എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ എലിയുടെ കാര്യം അങ്ങ് സീരിയസ് ആയിട്ട് എടുത്താലോ എന്ന് വിചാരിക്കുവാടാ. കൊറേ നാളായില്ലടാ എന്റെ ഈ എനിക്കിപ്പോ കണ്ടില്ലേ, ഞാൻ ഭയങ്കര മുരട് സ്വഭാവമൊക്കെയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു. മള്ളി എനിക്ക് ഡോണല്ല മലയാളി നിങ്ങൾ തമ്മിൽ ശരിയായിട്ട് പോകുന്നു. എനിക്കറിയില്ല, ഇത് എന്തോ പ്രശ്നമുണ്ട്. ഒന്നേ മലയാളിയുടെ സ്വഭാവം മാറ്റിയിട്ട് ആണെങ്കിൽ നോക്കാം, അല്ലാതെ പറ്റിയിട്ട് എത്ര നാല് ഫ്രണ്ടോട് പോകുന്നു എനിക്കറിയില്ല. എന്റെ സ്വഭാവമാണോ അവളുടെ സ്വഭാവമാണോ പ്രശ്നം? എലിയുടെ സ്വഭാവം എന്താ പ്രശ്നം? എനിക്ക് ഈ കൂതറോട് ഇടപെടി ശീലമില്ല. സംസാരിപ്പിക്കാത്ത ആദ്യം. ഓ അതാണ് പപ്പടേ, നീ പറയടാ, എലി ഞാനും പെർഫെക്റ്റ് അല്ലേ? രണ്ടുപേർക്ക് തന്തയില്ല. നിന്റെ വായിന്നെങ്കിൽ ഇവനാ വൈപ്പറാൾട്ടിൽ തന്നെ ഉള്ളവനാണ് മറ്റോ. എലി അതല്ല മലയാളി, എലി മലയാളിയായിട്ട് എത്ര നാളായിട്ട് റിലേഷൻഷിപ്പാണ് മലയാളി. ഇതുവരെ മലയാളിക്ക് എലിയുടെ ഡേറ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എലിയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. ഡേറ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എലിയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. എന്താണ് എലിയുടെ ഡേറ്റ്? എലിയുടെ ടേസ്റ്റ് എന്താ നിനക്ക് അറിയണ്ട? ചോദിക്കുക എലിയെ പറ്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏത്? ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എനിക്ക് റെഡ്. എലി കമ്മ്യൂണിസ്റ്റ് അല്ല, അതിനെ ഡെഡും പിടിച്ചോണ്ടിരിക്കാൻ. പിന്നെ ഏത് കളറാണ് എനിക്ക് ഇഷ്ടം? നിന്റെ അടുത്ത് ബ്ലൂ ആ? എനിക്ക് ഇഷ്ടം റെഡ് ആണ്. എന്നോട് പറഞ്ഞിട്ടുള്ള ആണോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മലയാളം പാട്ടാ? മറ്റേത് കുഞ്ഞുവാ വെക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. എന്നെ കുഞ്ഞുവാവെന്ന് വിളിക്കുന്നത് ഇപ്പൊ. ഇന്നലെ വിളിച്ചിട്ട് ചോദിക്കാം, കുഞ്ഞുവാവ കഴിച്ചോ, കുഞ്ഞുവാവ കുടിച്ചോ. എന്റെ അടുത്ത് ഇന്നലെ ഇപ്പൊ അങ്ങനെ വിളിക്കണേ. ഇപ്പൊ ഈ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അടുത്ത ചോദിക്കേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി. ജവർമ്മയൊന്നും അല്ല, ബിരിയാണിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാ. ബിരിയാണി തിന്ന് ബാത്റൂമിൽ ഇരിക്കുക, അതാണ് എലിയുടെ മെയിൻ ഹോബി. എലിയുടെ യുദ്ധങ്ങളെല്ലാം മലയാളി അടിഞ്ഞിരിക്കണം. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. എലിയുടെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം പാരീസ് ആണ്. എനിക്ക് നമ്മുടെ സിറ്റിയിൽ പാരീസ് ഉണ്ട്. ഇപ്പല്ലേ എനിക്ക് ഡൗട്ട് അടിച്ചത്. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം പാരീസ് ആണ്. പിന്നെ എനിക്ക് കേരളത്തിലെ ഓഷ്യൻ ഹൈവേയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം മുതുക്ക് ഗറാജ് ആണ്. മനസ്സിലായോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുതുക്ക് ഗറാജ് ആണ്. പിന്നെന്താ പറയണ്ട ചോദിക്കും. ബിരിയാണി വന്നാണ് ബാത്റൂമിൽ ഇരിക്കുക. എന്തൊക്കെയാ ചേച്ചി പറയണേ? സീരിയസ് ആയിട്ടും എലി ബിരിയാണി തിന്നുക, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബാത്റൂമിൽ പോവാ. സീരിയസ് ആയിട്ടും എലിയുടെ മോഡ്സ് ആരും ഇല്ലല്ലോ ഇവിടെ, അവര് പറഞ്ഞുതരും. എടാ എനിക്ക് ഇങ്ങനെ പിള്ളേരെയൊക്കെ കൊഞ്ചിച്ച് കുറച്ച് നാളൊരു ഗ്രഹനാഥനായിട്ട് കൂടാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ വീണ്ടും പറയണത് അകത്ത് നിൽക്കണം. ഇന്റർവ്യൂവിന് വന്നപ്പോ തൊട്ട് വിഷയമാണ് കേട്ടോ ഇവിടെ മൊത്തത്തില്. വെറുതെ നീ വെളിയിലോട്ട് നീ കൺവേർട്ട് ചെയ്യണോ? നീ കൺവേർഷൻ കിങ്. പടമാണ് അവർ തമ്മിലായിട്ട് യൂസ് ചെയ്തിരിക്കണത്. മനസ്സിലായോ?
മോർ ദാൻ കോൺവെർസേഷൻ ഐ ഡു കൺവേർഷൻ. ഓ, ആ, ആ, എനിക്കൊരു പെണ്ണൊക്കെ കെട്ടി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി കുറച്ച് ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കാനാണ് എനിക്ക് കുറച്ച് താല്പര്യം. ഈ എന്നും അടിയും വഴക്കും മടുത്തടേ. നാട്ടിൽ വന്നിട്ട് ഒരു സമാധാനം വിചാരിക്കില്ല മുരളി. എന്തിനാ? അല്ല, കുടുംബമാണെങ്കിലും അടിയൊക്കെ നടക്കും. അടിയൊക്കെ നടക്കും, സ്വാഭാവികം. ചെറിയ അടി അത് ഒഴുക്കി തീരും. കുടുംബത്തിലുള്ള അടി കുഴപ്പമില്ലടാ. അതെനിക്കിഷ്ടമാ. ചെന്ന് കൊടുത്താ മതി, കിട്ടും. അല്ലടാ, ആ അടി കുഴപ്പമില്ലടാ. ആ അടി കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. അത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു അടിയല്ലേ? അതെ, അത് കുഴപ്പമില്ല. സ്നേഹത്തിനുള്ള അടി ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ചപ്പാത്തി പല വീട്ട് തലക്കടിക്കുക, പിന്നെ മറ്റേ ചപ്പാത്തി മറ്റേ ഉരുട്ടണ സാധനമായിട്ട് അടിക്കുക, തവി വെച്ചടിക്കുക, ഇതൊക്കെ നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരിക്കലും നമുക്ക് വന്നും